ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പോൾ ഇന്ന് നമ്മുടെ സെറ്റ് എക്സാമിന് തയ്യാറെടുത്തിരിക്കുന്ന എല്ലാവരോടും ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് സെറ്റ് എക്സാമിന് ചുരുക്കം ചില ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്, അല്ലേ? അപ്പോൾ നമ്മൾ സെറ്റ് എക്സാമിന് ഏറ്റവും നന്നായിട്ട് പഠിച്ച് തയ്യാറെടുത്തു, അല്ലേ? അതിൻ്റെ അവസാന ഘട്ട മിനുക്കുപണികൾ മാത്രമാണ് നമ്മുടെ മുമ്പിൽ ഇനി അവശേഷിക്കുന്നത്. ഇത്തവണ നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റും, നല്ല രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ന്, അല്ലേ? വ്യത്യസ്ത ബാച്ചുകളായിട്ട് വ്യത്യസ്ത സമയങ്ങളിലായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതുവരെ പഠിച്ചു. പ്രത്യേകിച്ച് നമുക്ക് 2 പേപ്പറുകൾ ഉണ്ടായിരുന്നു, അല്ലേ? 2 പേപ്പറുകളുണ്ട്. ഒന്ന് നമ്മുടെ ജനറൽ പേപ്പറും അതുപോലെ തന്നെ സബ്ജക്റ്റ് പേപ്പറും. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള പേപ്പറുകളിൽ സെറ്റ് എക്സാം എഴുതുന്ന എല്ലാവർക്കും തുടക്കത്തിൽ തന്നെ എല്ലാവർക്കും നല്ല വിജയം ആശംസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചത് ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് പരീക്ഷയിൽ നിങ്ങൾക്ക് പുറത്തെടുക്കാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള ആശംസ ആദ്യമേ നേരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത അവസാന ഘട്ട മിനുക്കുപണികളിലേക്ക് വരുമ്പോൾ, അല്ലേ, നമ്മൾ പരീക്ഷയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ പരീക്ഷയെ നമ്മൾ പലപ്പോഴും നമ്മൾ വലിയ തയ്യാറെടുപ്പുകൾ പരീക്ഷയ്ക്ക് വേണ്ടി നടത്താറുണ്ട്. അത് പ്രത്യേകിച്ചും ഞാൻ എപ്പോഴും കേട്ടിട്ടുള്ളതും എപ്പോഴും കുട്ടികളോട് പറയാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള കാര്യം, നമ്മളൊരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്നത് പോലെ, അല്ലേ? യുദ്ധത്തിന് എങ്ങനെയാണ് നമ്മൾ തയ്യാറെടുക്കുന്നത്? നമ്മുടെ കയ്യിൽ ആയുധങ്ങൾ നമ്മുടെ കയ്യിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ശേഖരിക്കും, അല്ലേ? ആയുധങ്ങൾ ശേഖരിച്ച് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുധങ്ങൾ കൃത്യമായി ഉപയോഗിക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്, അല്ലേ? പരിശീലനം നേടുക എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ ആയുധങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ട്, അല്ലേ? നമ്മുടെ കയ്യിൽ ആവശ്യമായിട്ട് ഉണ്ടായ അല്ലെങ്കിൽ ആവശ്യമായി വേണ്ടിയിരുന്ന മെറ്റീരിയൽസ് എല്ലാം നമ്മൾ കളക്ട് ചെയ്തു, അല്ലേ? നമ്മൾ അതിനെ പഠിച്ചു, അത് കൃത്യമായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് നമ്മളതിനെ ഹൃദിസ്ഥമാക്കി, അല്ലേ? ഇനി നമ്മൾ അവസാന ഘട്ടം മിനുക്കുപണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം യുദ്ധത്തിനൊക്കെ പോകുമ്പോഴത്തേക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, എന്താണ്, നമ്മൾ നമ്മുടെ ആയുധങ്ങളെ ഒന്ന് ലാസ്റ്റ് ഘട്ടത്തിൽ ഒന്ന് കൃത്യമായിട്ടൊന്നുകൂടെ മൂർച്ച കൂട്ടിയെടുക്കുന്ന ഒരു സമയമാണ്, അല്ലേ? അതിനുള്ള സമയമാണ് ഇനിയുള്ള ദിവസങ്ങൾ. കൃത്യമായി പഠിച്ചു മനസ്സിലാക്കിയ ഹൃദിസ്ഥമാക്കിയ കാര്യങ്ങൾ 1 മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ വളരെ വേഗത്തിൽ ഒന്ന് മൂർച്ച കൂട്ടി പരീക്ഷയ്ക്ക് വേണ്ടി ഏത് ചോദിച്ചാലും എടുത്ത് കൃത്യമായിട്ട് ആൻസർ എടുക്കത്ത രീതിയിൽ ഒന്ന് മൂർച്ച കൂട്ടുന്ന സമയമാണ്, അല്ലേ? അപ്പോൾ അത് ആണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇത്രയും ദിവസങ്ങൾ കൊണ്ട്, അതായത് ഏകദേശം 3-4 മാസങ്ങളായിട്ട് നല്ല രീതിയിൽ പഠിച്ചു വരികയാണ്, അല്ലേ? അപ്പോൾ അത് ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പുറത്തെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഒരു രീതിയിലും ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, കാരണം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി അത് വെളിയിലെടുക്കുക എന്നുള്ള കാര്യം മാത്രമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. മറ്റൊരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്, പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഈ ദിവസങ്ങളിൽ തയ്യാറെടുക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഇതൊക്കെ വീണ്ടും എങ്ങനെ വളരെ വേഗത്തിൽ നമുക്ക് നോക്കിയെടുക്കാം അല്ലെങ്കിൽ പഠിക്കാം എന്നുള്ളത്, അല്ലേ? പക്ഷേ അത് തീർച്ചയായിട്ടും എളുപ്പത്തിൽ നിങ്ങൾക്ക് സാധിക്കും. കാരണം നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. എല്ലാ ദിവസവും നിങ്ങൾ കഴിവതും നിങ്ങൾ ഇതുവരെ പഠിച്ചു പോയ കാര്യങ്ങൾ, അത് ഏത് വിഷയമാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് മറിച്ച് നോക്കണം. അങ്ങനെ നിങ്ങൾ പല തവണ ഈ പരീക്ഷ വരെയുള്ള ദിവസങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കതൊരു വലിയ നിങ്ങൾ ചിന്തിക്കാത്തതിൻ്റെ അപ്പുറത്തുള്ളൊരു റിസൾട്ടിലേക്ക് നിങ്ങൾ വരും. കാരണം നമ്മളത് ഓരോ ദിവസവും നോക്കുമ്പോഴത്തേക്കും നമ്മുടെ മെമ്മറി റീറ്റൻഷൻ കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സമയം ഒരുപാട് ചിലവഴിക്കാതെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക. ഓക്കെ, ഇനി അത് സാധിക്കാതെ വരുന്നൊരു സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളത് പേടിക്കണ്ട. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓക്കെ, ആ ഒരു കാര്യം കൂടെ പറയാനായിട്ടാണ് ഞാൻ വന്നത്. നമുക്ക് ഒരു
10 ഡേ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 10 ഡേയ്സിൽ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും തയ്യാറെടുക്കാനായിട്ട് പറ്റാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ 10 ഡേയ്സ് കൊണ്ട് നമ്മൾ ഫസ്റ്റ് പേപ്പറും അതുപോലെ തന്നെ നമ്മുടെ സബ്ജക്റ്റ് പേപ്പറും, അത് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നമ്മളത് പഠിക്കുകയാണ്. ഓക്കെ, അപ്പം ഇതുവരെ പഠിച്ചില്ല എന്നുള്ളൊരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട. കൃത്യമായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ടെൻഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിട്ട് വന്നത്. ഒരു കാരണവശാലും നിങ്ങൾ പഠിച്ചവരാണേലും അതുപോലെ ഇതിപ്പോഴും തയ്യാറെടുക്കുന്നവരാണേലും പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങൾ ടെൻഷൻ ഫ്രീ ആണ്. ഓക്കെ, അതിനെപ്പറ്റി ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. ബിയോണ്ട് യുവർ ഗ്രേറ്റസ്റ്റ് ഫിയർ ലൈസ് യുവർ ഗ്രേറ്റസ്റ്റ് വിക്ടറി. നിങ്ങളെ ഏറ്റവും അധികമായിട്ട് പേടിക്കുന്നത് എന്തിനെയാണോ അതിൻ്റെ അപ്പുറത്താണ് നിങ്ങളുടെ ഏറ്റവും വലിയ എന്തിരിക്കുന്നത്, വിജയം ഇരിക്കുന്നത്, അല്ലേ? അപ്പം ചില പ്രതിസന്ധികളൊക്കെ നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും അതിനെ നമുക്ക് തരണം ചെയ്യാനായിട്ട് കഴിയും. നമ്മൾ എന്തിനാണോ പേടിക്കുന്നത് അതിൻ്റെ മുമ്പിൽ നമ്മൾ പുറകോട്ട് പോകാനായിട്ട് പാടില്ല, അല്ലേ? നമ്മളൊരു ഓട്ടത്തിൽ അല്ലെങ്കിൽ ഹഡിൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, അല്ലേ? പല ഹഡിൽസ് ചാടിക്കടന്നു വേണം വിജയത്തിലേക്ക് എത്താനായിട്ട്. പക്ഷേ അതിനുവേണ്ടി നമ്മൾ ഓൾറെഡി ട്രെയിൻഡാ, അല്ലേ? നമ്മൾ ഓൾറെഡി ട്രെയിൻഡാ. ഇനി നമ്മളത് ചാടിക്കടക്കുക മാത്രം ചെയ്താൽ മതി. അപ്പോൾ അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചാടിക്കടക്കാനായിട്ട് സാധിക്കും. ഒരു കാരണവശാലും നിങ്ങൾ പിന്നോട്ട് മാറേണ്ട കാര്യം ഇല്ല. ഓക്കെ, മറ്റൊന്ന് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, അല്ലേ? ക്വസ്റ്റ്യൻ പേപ്പറിനെ സമീപിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നത് എല്ലാം കൃത്യമായിട്ട് തന്നെ എഴുതാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒരു ചോദ്യം വായിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ മനസ്സിലേക്ക് തന്നെ ആ ഉത്തരം വരുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ ആയിരിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ പരീക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ നിങ്ങൾ തയ്യാറാക്കി വെക്കുക. പരീക്ഷ എഴുതാനായിട്ടുള്ള ദിവസം നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ആയിരിക്കുക എന്നുള്ളതാണ്. മെൻ്റലി പ്രിപ്പയർഡ് ആയിരിക്കുക. ഓക്കെ, ശാരീരികമായിട്ടും നമ്മൾ പ്രിപ്പയർഡ് ആകുക, മെൻ്റലി നമ്മൾ പ്രിപ്പയർഡ് ആകുക. ഓക്കെ, ഈ പ്രിപ്പയർഡ്നെസ്സിൻ്റെ പ്രത്യേകത ഇത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വിജയത്തിലേക്ക് നിങ്ങളെ എത്തിക്കും. ഓക്കെ, അപ്പം എല്ലാവർക്കും ഇത്തവണ പരീക്ഷ എഴുതുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാ നല്ല വിജയവും ആശംസിക്കുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ പരീക്ഷ എഴുതി വിജയിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പം ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർപ്പിക്കുന്നു, 10 ഡേയ്സിൻ്റെ കാര്യം മറക്കരുത്. ഇനി പഠിക്കാനുള്ളവർക്ക് അത് ഉപയോഗപ്പെടുത്താം. മറ്റൊന്ന്, ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ വീഡിയോ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ വീണ്ടും നമ്മൾക്ക് ഇതുപോലെയുള്ള നല്ല വീഡിയോസുമായിട്ട് കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വിജയം ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.